അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഖത്തർ എന്ന രാഷ്ട്രത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാദേശിക മേഖലകളിലുള്ള അവരുടെ പ്രശ്നപരിഹാര പരിശ്രമങ്ങളെക്കുറിച്ചും ആ ഒരു മേഖലയിൽ തന്നെ അവർ നേരിടുന്ന വ്യത്യസ്ത താൽപ്പര്യങ്ങളെയും അതിനോടനുബന്ധിച്ച രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്നാൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഖത്തർ എന്നത് ഒരു ചെറിയ ഒരു എമിറേറ്റ് ആണ്, ഒരു കിങ്ഡമാണ്. ആ ഒരു മൊണാർക്കി പൊളിറ്റിക്കൽ സിസ്റ്റമായി നടക്കുന്ന ഒരു രാഷ്ട്രത്തിന് വലിയ കാലപ്പഴക്കമില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതിനു മുമ്പ് ഉസ്മാനിയ കാലഘട്ടത്തിലുമൊക്കെ അധികാരത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയും സ്വതന്ത്രമായ ഒരു രാജ്യം രൂപപ്പെടുത്തുകയും ചെയ്ത ഈ ഖത്തർ അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE-യും ബഹ്റൈനും ഒക്കെ ചുറ്റളവ് കിടക്കുന്ന 11,850 സ്ക്വയർ കിലോമീറ്റർ അത്രയും വലിപ്പമുള്ള ഒരു നാടാണ്. 1971 ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായി ഇവർക്കൊരു രാഷ്ട്രം രൂപീകരിക്കാൻ കഴിഞ്ഞത്. അൽസാനി ഫാമിലിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അത് 1800-കളുടെ പഴക്കം ഈ അൽസാനി ഫാമിലിക്കുണ്ട്. മുഹമ്മദ് അൽസാനി ആയിരുന്നു ഈ ഒരു ഖത്തർ എന്ന് പറയുന്ന ചെറു രാജ്യത്തിൻ്റെ ഭരണം തുടങ്ങിയ ആദ്യത്തെ വ്യക്തി. അതിന് തമീമി ഗോത്രവുമായി, അതായത് പുരാതന തമീമി ഗോത്രവുമായിട്ടാണ് ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് ബന്ധമുള്ളത്. നമ്മൾ ആ ഒരു ചരിത്രം മുന്നോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അത് 1878 സ്വതന്ത്രമായ ഒരു ചെറിയൊരു ഭരണകൂടം രൂപീകരിക്കുകയും പിന്നീട് സ്വതന്ത്രമായി ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ 1971 ബാക്കിയുള്ള GCC നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻഡിപെൻഡൻസ് ലഭിക്കുകയും ചെയ്തത് അക്കാലത്താണ്. ഈ ഒരു ചെറിയ ഒരു പരിചയപ്പെടുത്തലിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം നിരവധി ഭരണകർത്താക്കൾ, നിരവധി നേതാക്കൾ അവർക്കിടയിൽ വന്നിട്ടുണ്ട്. അവസാനം ഹമദ് അൽസാനിയുടെ നേതൃത്വത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴത്തെ ഭരണാധികാരി തമീമിൻ്റെ നേതൃത്വത്തിലുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഖത്തറിന് ഇത്രത്തോളം പ്രമുഖമായ ലോക ലെവലിൽ തന്നെ അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസി ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ ധനം ഉപയോഗിച്ചിട്ടുള്ള അവരുടെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളാവട്ടെ, അന്താരാഷ്ട്ര പ്രശ്നപരിതമായ ലോകത്ത് വളരെ വ്യക്തമായ നിർണായകമായ പങ്ക് വഹിക്കുവാനും ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ വളർന്നതും അത് ഏകദേശം 2000-ന് ഇപ്പുറമാണ് എന്നതാണ് ഏറ്റവും പുതിയ ഒരു കഥയാണ്, സംഭവമാണ് ഇവരുടെ ചരിത്രത്തിൽ ഉള്ളത്. ജോസഫ് നെയിനെ പോലുള്ള പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ അവരുടെ ഈ ഇമേജ് വലുതാക്കുവാനും പീസ് മേക്കർ എന്ന നിലത്തിലുള്ള അവരുടെ ഒരു ഇമേജ് രൂപപ്പെടുത്തിക്കൊണ്ട് സോഫ്റ്റ്വെയറിനെ എങ്ങനെ അവർ ഉപയോഗപ്പെടുത്തുന്നതെന്നുമൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖത്തർ ഒഫീഷ്യലുകൾ അവരവരുടെ ഈ 2000-ന് ശേഷം വളരെ പ്രത്യേകമായി വിശിഷ്യ 2000-ന് ശേഷം അവരുടെ സോഫ്റ്റ്വെയർ റാഷണലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രാദേശിക ആഗോള തലങ്ങളിൽ ഒരു ഗ്ലോബൽ പവറായി ഉയർന്നു വരുവാൻ കഴിയുന്നതെന്നൊക്കെയും നിരന്തരം അവരുടെ ഖത്തരി ഒഫീഷ്യൽസ് വിശദീകരിക്കുന്നത് കാണാം. അത് അവരുടെ സോഫ്റ്റ് പവർ ആവട്ടെ, ഇന്റർനാഷണൽ ലോ ഉപയോഗിച്ചിട്ടുള്ള ഇടപെടലുകളാവട്ടെ, പോസിറ്റീവ് ന്യൂട്രാലിറ്റി ആവട്ടെ, ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ആവട്ടെ, ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതായത് അവർ ഇടപെടുന്ന വിവിധ കച്ചവട വ്യാവസായിക മേഖലകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറിയപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകൾ, അതുപയോഗിച്ചുകൊണ്ട് ഖത്തറിന്റെ ഇമേജിനെ വലുതാക്കുക, അന്താരാഷ്ട്ര നിയമബന്ധിതമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഖത്തറിന്റെ ഒരു ഇമേജ് വലുതാക്കുക, കൂടുതൽ ഒരു പോസിറ്റീവ് ന്യൂട്രാലിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അതായത് മറ്റുള്ള GCC നാടുകളെക്കാളും വലിയ പ്രശ്നങ്ങളുടെ ചരിത്രമില്ലാത്ത ഒരു രാജ്യം എന്ന നിലയിൽ ഖത്തറിന് ഒരുപാട് വിഷയങ്ങളിൽ ഒരു ന്യൂട്രാലിറ്റി കൊണ്ടുവരുവാൻ അവർക്ക് കഴിയാറുണ്ട്. അപ്പം ഈ ഒരു പോയിന്റും ഉപയോഗിച്ചുകൊണ്ടും
അതിൻ്റെ കൂടെ ലോകതലത്തിൽ അവർക്ക് ലഭിച്ച കീർത്തി ഉപയോഗിച്ചു കൊണ്ടും അവർ ഈ തലത്തിൽ സോഫ്റ്റ് പവറിനെ, ഖത്തറിന്റെ ഇമേജിനെ വലുതാക്കുവാനും ഉപയോഗിക്കാനും ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ എക്സ്പോർട്ടർ എന്ന നിലയിൽ ഖത്തറിന്റെ റോളും, പിന്നീട് യൂറോപ്പിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും, അത് പ്രത്യേകം ബ്രിട്ടന്റെയും യു കെയുടെയും ഒട്ടുമിക്ക ഭാഗങ്ങളും, പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളും, അതായത് വ്യാവസായിക സാമ്രാജ്യങ്ങളും ഫുട്ബോൾ ക്ലബ്ബുകളും അടക്കമുള്ള ഒട്ടുമിക്ക മേഖലകളും ഖത്തറിന്റെ തന്നെ ഉടമസ്ഥതയിലാണ് എന്നതും, ഈ ഒരു തരത്തിലുള്ള അവരുടെ ഒരു വളർച്ച അത് വളരെ സവിശേഷമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖത്തർ അത് പൊതുവെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അന്ന് 1900-കളിൽ വളരെ സജീവമായിരുന്ന ഒരു ഏകലോക ക്രമത്തിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റുമായി പ്രധാനപ്പെട്ട ഒരു കരാറിൽ 1991-ലാണ് ഇവർ ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെന്റ് എന്ന നിലയിൽ ഒരു കരാറിൽ സൈൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ സൗദി അറേബ്യയിലായിരുന്നു പ്രധാന മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് മാറുകയും സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അങ്ങനെ യൂറോപ്പുമായും പാശ്ചാത്യ ലോകവുമായും വളരെ ശക്തമായ കോപ്പറേഷൻ, സഹകരണങ്ങൾ രൂപപ്പെടുത്തുകയും അതിൻ്റെ കൂടെ തന്നെ നാറ്റോയുടെ ഒരു പ്രധാന സപ്പോർട്ടായി മാറുകയും ചെയ്യുന്ന ചരിത്രവും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഖത്തർ കൂടുതൽ വിവാദപരമായ എന്നാൽ ശ്രദ്ധേയമായ ഒരു പങ്കാളിത്തത്തിലേക്ക്, ലോകരാഷ്ട്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നു വരുന്ന 2011 അറബ് നാടുകൾ ശക്തമായ അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിലും കൂടെയാണ്. അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ലോകത്തുണ്ടായ പലവിധ റെബല്യനുകളെയും പ്രക്ഷോഭങ്ങളെയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാട്. അതായത് സ്വന്തം തന്നെ ഒരു മൊണാർക്കി ആയിരിക്കെ തന്നെ വ്യത്യസ്ത നാടുകളിൽ ശക്തമായ റെബല്യനുകളെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പ്രത്യേകമായ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമായും ഖത്തർ മാറിയത് ഖത്തറിന്റെ ഇമേജ് വളരെ ശക്തമാക്കാൻ കാരണമായതായും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സാഹചര്യങ്ങളിൽ 2000 വരെയെങ്കിലും സൗദി അറേബ്യ ആയിരുന്നു GCC നാടുകളിലെ അല്ലെങ്കിൽ ഗൾഫ് സ്റ്റേറ്റുകളിലെ ഒരു അറബ് നാടിലെ ഒരു നായകൻ എന്ന നിലയിൽ പലതരത്തിൽ ഉയർന്നു നിന്നിരുന്നത്. നമുക്കറിയാം സൗദി അറേബ്യക്ക് അവരുടെ റിലീജിയസ് ഹെജമണി, അവരുടെ രണ്ട് ഖാദിമുൽ ഹറമൈൻ എന്ന് വിളിക്കപ്പെടുന്ന മക്കയുടെയും മദീനയുടെയും ഒരു ലീഡർഷിപ്പ് കയ്യിലുള്ളത് കൊണ്ടും, എണ്ണ സമ്പത്ത് കയ്യിലുള്ളത് കൊണ്ടും, മുസ്ലിം നാടുകളിൽ നിർണായകമായ സോഫ്റ്റ് പവർ ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്നുകൊണ്ടും പലതരത്തിൽ സൗദി അറേബ്യയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാറുകയും ഒരു റീജിയണൽ സൂപ്പർ പവറായും ഒരു മീഡിയേറ്ററായും സ്വതന്ത്രമായി മാറാൻ കഴിഞ്ഞതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ 2000-ന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ 2004 മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ലിബിയ, സുഡാൻ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലെ കോൺഫ്ലിക്റ്റുകളിൽ പോലും, ഉക്രൈൻ വിഷയങ്ങളിലാണെങ്കിൽ പോലും ഖത്തറിന് വളരെ സ്വതന്ത്രമായും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും സുതാര്യമായും മീഡിയേറ്റർ എന്ന് പറയുന്ന പൊസിഷൻ നിർവഹിക്കാൻ കഴിഞ്ഞതും ഖത്തറിന്റെ വലിയൊരു വളർച്ചയാണ് എന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ കൂടുതൽ വിശദീകരിക്കേണ്ട വിഷയമാണ് മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രവും, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി യൂസുൽ കർലാവിയുടെ ഖത്തറിലെ സാന്നിധ്യവും, ആ ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ഫലസ്തീനിയൻ പ്രതിരോധത്തെ, പ്രത്യേകിച്ച് ഹമാസിനെ പോലുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നതുമെല്ലാം ഖത്തറിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക അന്താരാഷ്ട്ര നീക്കങ്ങളിൽ പ്രമുഖമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഖത്തർ എന്ന് പറയുന്ന നാട് പ്രാദേശികമായി തന്നെ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും സൗദി അറേബ്യയുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഇത് 1996-ൽ ഖത്തറിൽ ഉണ്ടായിരുന്ന ഹമദ്, അത് ഈ തമീമിന്റെ പിതാവ് ഹമദിനെതിരെ ഒരു പട്ടാള അട്ടിമറി പോലും നടന്ന ചരിത്രം ഖത്തർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ സൗദി അറേബ്യയും ബാക്കിയുള്ള GCC നാടുകളും USA സഹായത്തോടു കൂടി ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു ആരോപണം മുന്നിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറും സൗദി അറേബ്യയും തമ്മിൽ നിരവധി കാലങ്ങളായി തന്നെ, പതിറ്റാണ്ടുകളായി തന്നെ കോൺഫ്ലിക്റ്റിൽ ഇടപെടുന്ന ഒരു പശ്ചാത്തലവും കൂടി നമുക്ക് ഇതിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ GCC നാടുകൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഖത്തറിനെതിരെ
ഒരു ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുന്നതുമെല്ലാം ഈ ഒരു ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പിന്നീട് 2021 സൗദി അറേബ്യയുമായും അല്ലെങ്കിൽ GCCയുമായും തമ്മിൽ ഒരു റീകൺസിലൈസേഷൻ പ്രോസസ്സ് ഏർപ്പെട്ടെങ്കിൽ പോലും ഖത്തർ ഇപ്പോഴും സൂക്ഷ്മമായി തന്നെയാണ് GCCയിലെ നീക്കങ്ങൾ നോക്കിക്കാണുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1980കളിൽ ഖത്തർ ഇറാനുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ ഇറാനിലെ കാറൂൺ മൗണ്ടൻസ് ഭാഗങ്ങളിൽ ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈൻ നിർമ്മിക്കാനുള്ള അവരുടെ ശ്രമങ്ങളുമെല്ലാം USSഉം ഗൾഫ് മൊണാർക്കികളെയും എല്ലാം കൂടുതൽ കോപാകുലമാക്കിയ ഒരു ചരിത്രവും ഈ ഖത്തറിന്റെ ചരിത്രം വിശദീകരിക്കുന്ന റോബർട്ട്സിനെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൗദി ഡൊമിനേഷനിൽ നിന്ന് മാറിക്കൊണ്ട് സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി രൂപീകരിക്കുക. അതിന്റെ ഭാഗമായി 1988 ഷെയ്ഖ് ഖലീഫ ഇബ്ൻ ഹമദ് അൽ സാനി അദ്ദേഹം ഫോറിൻ പോളിസിക്ക് ഒരു പുതിയ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അന്ന് സൗദി അറേബ്യ എതിർപക്ഷത്ത് നിർത്തിയ സോവിയറ്റ് യൂണിയനുമായിട്ട് പോലും ബന്ധമുണ്ടാക്കുന്ന ഒരു സംഭവം പോലും നമുക്ക് ഖത്തറിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം USA വിരുദ്ധ ശക്തിയായിരുന്ന, അതുപോലെ ശീതയുദ്ധകാലത്ത് US അമേരിക്കയുടെ എതിരാളിയായിരുന്ന സോവിയറ്റ് യൂണിയനോട് പോലും ഒരു തരത്തിൽ ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം പോലും ഈ ഖലീഫ ഹമദ് സാനി നടത്തിയത് അത് നമുക്ക് വളരെ ശ്രദ്ധേയമായി നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1992 സൗദി ഖത്തർ ഒരു ബോർഡർ ക്ലാഷ് പോലും ഉണ്ടാവുന്നതും 2 ഖത്തറി സോൾജേഴ്സ് ആ ഒരു സംഭവത്തിൽ കൊലയപ്പെടുന്നത് പോലും സൗദി ഖത്തർ കോൺഫ്ലിക്റ്റിന്റെ ചില ഉദാഹരണങ്ങളിലാണ്. അതിൻ്റെ കൂടെ തന്നെ യമനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യമൻ 1990കളിൽ യമന്റെ യൂണിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. സദേൺ നോർത്തേൺ യമൻ തമ്മിൽ ഒരു ഇതുണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഭാഗങ്ങളിലും സൗദി അറേബ്യയും ഖത്തറുമായി പിന്നീട് മാറുന്നതും അതിൻ്റെ പേരിൽ ആ റീജിയണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് പോലുമെല്ലാം ഈ ഖത്തറിൻ്റെയും സൗദിയുടെയും കോൺഫ്ലിക്റ്റിന്റെ ഒരു ഉദാഹരണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഖത്തർ US-ഉമായി 1992 ഒരു മിലിറ്ററി എഗ്രിമെന്റ് ഉണ്ടാവുകയും അതിൻ്റെ കൂടെ തന്നെ വാഷിങ്ടണിന്റെ സൈനിക സാന്നിധ്യം കൂടുതൽ വിശാലമാവുന്ന തരത്തിലേക്കും ഖത്തർ അതിനൊരു കാരണമാവുന്നത് പോലും അതൊരു പ്രധാന വിഷയമായി സൗദി അറേബ്യ മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് സൗദി അറേബ്യയുടെ ചങ്ങാതികളായി മാത്രം കണ്ടിരുന്ന നാടുകൾ ഖത്തറുമായി കൂടുതൽ അടുക്കുന്നത് പോലും സൗദി അറേബ്യ ഒരു ഭീഷണിയോടുകൂടി കണ്ടു എന്നതാണ്. അതായത് ഞാൻ പറയുന്നത് 1990കളുടെ അവസാനത്തും 2000ങ്ങളിൽ പോലും ഇതൊരു പ്രധാന വിഷയമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗദി അറേബ്യൻ ഖത്തറി പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനമായും റോള് വഹിച്ച ഒരാളാണ് ഷെയ്ഖ് യൂസുഫ് അൽ ഖർളാവി. ഇഖ്വാനി നേതൃത്വത്തിലുണ്ടായിരുന്ന 50കളിൽ 1961 ഖത്തറിലേക്ക് നീങ്ങിയ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ GCCയിലെ ഇഖ്വാൻ മുസ്ലിമിൻ്റെയും ഹമാസിൻ്റെയും ഫലസ്തീനി പ്രതിരോധ പോരാട്ട ചരിത്രങ്ങളുടെയും എല്ലാത്തിൻ്റെയും ശ്രദ്ധാകേന്ദ്രമായി യൂസുഫ് അൽ ഖർളാവി മാറി. ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ മസ്ജിദിൽ നിന്നുകൊണ്ട് എല്ലാ ജുമയിലും അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സവിശേഷമായ മറ്റുള്ള ക്ലാസുകളും ടോക്കുകളും എല്ലാം അത് അറേബ്യൻ ഭരണകൂടങ്ങളെ ശക്തമായി വിമർശിക്കുകയും ഖത്തറി ഭരണകൂടങ്ങളെ പോലും മുന്നിലിരുത്തിക്കൊണ്ട് വിമർശിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന യൂസുഫ് ഖർളാവിയുടെ സാന്നിധ്യം GCC നാടുകൾ അത്രത്തോളം താല്പര്യപ്പെട്ടിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. കാരണം മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു നേതാവ് എന്ന നിലയിലാണ് GCC നാടുകൾ ഖത്തറിൽ ഖർളാവിയുടെ സാന്നിധ്യം കണ്ടത് തന്നെ. അത് ഖർളാവി ഖത്തറിന്റെ ചരിത്രത്തിൽ അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസിയിൽ വലിയ റോള് വഹിച്ച ആളാണ്. ചാനലിന്റെ അൽ ജസീറ തന്നെ രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കോർ ടീമിൽ ഖർളാവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖത്തറിലെ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ വൈജ്ഞാനിക മേഖലയിലാവട്ടെ സൗദി അറേബ്യയുടെ ഉണ്ടായിരുന്ന ഒരു ഒഫീഷ്യൽ ഉലമയ്ക്ക് ബദലായി ഖത്തറിൽ തന്നെ ഒരു സ്വതന്ത്രമായ ഒരു പാരലൽ സ്കോളർ സിസ്റ്റം ഉണ്ടാക്കുന്നത് പോലും യൂസുഫ് അൽ ഖർളാവിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ്. അതുപോലെ ഷെയ്ഖ് മുആസ് സത്താറിനെ പോലുള്ള മറ്റുള്ള ആൾക്കാരും ഖത്തറിൽ സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നതും ഇത് GCC നാടുകൾക്കും സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്കുമെല്ലാം ഖത്തറിനെ ഒരു പ്രതിക്കൂട്ട് നിർത്തുവാനും ഖത്തർ ഇഖ്വാൻ മുസ്ലിമുമായി നിരന്തരം ബന്ധം പുലർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി യൂസുഫ് ഖർളാവിയുടെ സാന്നിധ്യം ചിത്രീകരിക്കുവാനും കാരണമായി. കാരണം മറ്റുള്ള GCC നാടുകൾ
ഇഖ്വാൻ മുസ്ലിമൂനെ ബാൻ ചെയ്യുമ്പോഴും ഖത്തർ അപ്പോഴും ഇഖ്വാൻ മുസ്ലിമൂനുമായും അവരുടെ പ്രധാന പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഇഖ്വാൻ മുസ്ലിമൂന്റെ അറബ് നാടുള്ള വിവിധ ശാഖകളുമായും നിരവധി ബന്ധം പുലർത്തുന്നത് പോലും അതൊരു പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ ചലഞ്ചായും ത്രെട്ടായിട്ടുമാണ് സൗദി അറേബ്യ പോലുള്ള നാടുകളും അല്ലെങ്കിൽ യു എസ് എയും ഇസ്രായേലും ഈ വിഷയത്തിൽ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് ഇറാനുമായിട്ടുള്ള ബന്ധം, ഇഖ്വാൻ മുസ്ലിമൂനുമായിട്ടുള്ള ബന്ധം, കർലാവിയുടെ സാന്നിധ്യം, അൽ ജസീറയുടെ രൂപീകരണവും അവരുടെ വളർച്ചയും ഫലസ്തീനി പ്രതിരോധ പോരാട്ടങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം, അത് സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി സംവിധാനം, യു എസ് എ ഇസ്രായേലിനോടുള്ള ബന്ധം, യു എസ് എയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കെ തന്നെ യു എസിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിൽ മീഡിയേറ്റർഷിപ്പ് ആവുകയും യു എസ് എക്ക് താല്പര്യത്തിന് എതിരായ രാഷ്ട്രങ്ങളിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിനായി ഖത്തർ മുന്നോട്ട് വരുന്നതും എല്ലാം ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ആരോപണം നടത്തിക്കൊണ്ട് ഖത്തറിനെതിരെ 2017 GCCകൾ ഒരു ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് ഇതിലൂടെ ഈ ഒരു സംഭവത്തിൽ കാണുവാൻ കഴിയും. അത് ബഹ്റൈനും അതുപോലെ തന്നെ UAEയും സൗദി അറേബ്യയുടെയും നേതൃത്വത്തിലുമായിരുന്നു ഈ ഒരു ബ്ലോക്കേഡ് ആ സമയത്ത് അവർ നിർവഹിച്ചത്. നിരവധി ക്രൈറ്റീരിയ, നിബന്ധനകളാണ് ഈ ബ്ലോക്കേഡ് ഉയർത്തണമെങ്കിൽ ഖത്തർ ചെയ്യേണ്ടതെന്ന് അവർ പ്രഖ്യാപിച്ചത്. 13 എണ്ണമാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഖത്തർ അത് അംഗീകരിക്കണമെന്നും പിന്നീട് അത് 42 ദിവസമാക്കിയൊക്കെയും പിന്നെ നമുക്ക് വാർത്തകളിൽ കാണുവാൻ കഴിയും. എന്നാൽ പോലും 13 ഡിമാൻഡ്സുകൾ GCC രാഷ്ട്രങ്ങൾ ഖത്തറിന് മുന്നിൽ വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തത് അൽ ജസീറയെ അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഖത്തർ ഫണ്ട് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് ഐനെ പോലുള്ള, അൽ അറബിയൽ ജദീദിനെ പോലുള്ള, റഷ്ദിനെ പോലുള്ള അറബി 121 എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ഔട്ട്ലെറ്റുകളെയൊക്കെ ബാൻ ചെയ്യുക എന്നതായിരുന്നു മറ്റൊന്നും. അതിൻ്റെ കൂടെ തന്നെ തുർക്കിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തുർക്കിയുടെ മിലിറ്ററി ബേസ് ഖത്തറിൽ ക്ലോസ് ചെയ്യുക. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ മുമ്പും GCC നാടുകളെല്ലാം ഖത്തറിനെതിരെ പ്രവർത്തിക്കുമ്പോഴൊക്കെയും ഖത്തറിന്റെ ഏറ്റവും അടുത്ത അലയായി സുഹൃത്തായി നിന്നത് അത് തുർക്കിയും ഇറാനുമാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പൊക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ US-ന്റെ മുഴുവൻ ഇന്റർനാഷണൽ സാങ്ഷൻസ് ഒക്കെയും അംഗീകരിക്കുന്ന തരത്തിലേക്ക് അത് ഖത്തർ മാറണം എന്ന് പറയുന്നതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇറാനി ലീഡേഴ്സ്, മിലിറ്ററി ലീഡേഴ്സ് പ്രത്യേകിച്ച് ഖത്തറിൽ വരികയാണെങ്കിൽ അവരെയൊക്കെ നാട് കടത്തണമെന്നും, അതിൻ്റെ കൂടെ തന്നെ ഹമാസ് ആവട്ടെ, മുസ്ലിം ബ്രദർഹുഡ് ആവട്ടെ, അതുപോലെ തന്നെ അമേരിക്കൻ വിരുദ്ധമായ ആരൊക്കെ ഉണ്ടോ അവർ ആരൊക്കെ സഹായിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ഖത്തറിൽ ആർക്കെങ്കിലും അവർ സേഫ് ഹേവനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കുകയും അവരെയൊക്കെ സറണ്ടർ ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ US-നും ഇവർക്കും എതിരെയുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതിൻ്റെ കൂടെ സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, ബഹ്റൈൻ പോലുള്ള അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് നൽകാൻ പാടില്ല എന്നതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ഈ നാടുകളുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അടുത്തു വരികയാണെങ്കിൽ അവരുടെ ഖത്തരി സിറ്റിസൺഷിപ്പ് തന്നെ എടുത്ത് കളയുക. അതുപോലെ തന്നെ വർഷങ്ങളായി ഈ രാഷ്ട്രങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും റാൻസം പേ തിരിച്ചു നൽകുക. അങ്ങനെ ഇതെല്ലാം ഈ അടക്കം ഒരുപാട് 13ഓളം ഡിമാൻഡ്സുകളാണ് ഈ GCC നാടുകൾ ഖത്തറിനെതിരെ മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ 2021 വരെ ഖത്തർ അത് പരിഗണിക്കാതിരിക്കുകയും കുവൈത്തിൻ്റെയും അവസാനം US-ൻ്റെയും മീഡിയേറ്റർഷിപ്പിന്റെ ഭാഗമായി എല്ലാവരും ഖത്തറിനെ വീണ്ടും അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ ഒരു തരത്തിൽ റീജിയണലായി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നെങ്കിൽ പോലും ചെറിയൊരു രാഷ്ട്രം എന്നാൽ സമ്പന്നമായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവരുടെ ഇമേജ് ശക്തമാക്കി നിർത്താൻ കഴിയുകയും അതുപോലെ തന്നെ ഈ പലതരം വെല്ലുവിളികളെ ശക്തമായി തന്നെ നേരിടാൻ കഴിയുന്ന ഒരു പൊസിഷൻ അവർ റീജിയണലിയും ഗ്ലോബലിയും ഉണ്ടാക്കിയെടുത്തതായിട്ടുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഖത്തർ എന്ന് പറയുന്ന ഒരു റീജിയണൽ പ്ലെയറായി മാറുന്നത് എങ്ങനെയാണ്?
അവരുടെയുള്ള വെസ്റ്റ് ഏഷ്യയിലാവട്ടെ, അല്ലെങ്കിൽ യൂറോപ്പ് പറയുന്ന പോലെ മിഡിൽ ഈസ്റ്റേൺ ഭാഗങ്ങളിലാവട്ടെ, അവിടെ എല്ലാ വിഷയങ്ങളും ഒരു മീഡിയേഷൻ റോളിലേക്ക് എത്തുന്നു. യു എസ് താലിബാൻ നെഗോസിയേഷനിൽ ഖത്തർ ഇൻവോൾവ്ഡ് ആവുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലി ഹമാസ് വിഷയങ്ങളിൽ ഇൻവോൾവ്ഡ് ആവുന്നത് നമുക്ക് കാണാം. ലബനാൻ, യമൻ, സുഡാൻ, ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളും ഖത്തർ നിരവധി വരുന്നു. 1990-കൾക്ക് ശേഷം ഈ ശക്തമായൊരു റോളിലേക്ക് എത്തിയതിനു ശേഷം 2003-ലാണ് ഖത്തർ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കുകയും അതിൽ ഈ തരത്തിലുള്ള ഇന്റർനാഷണൽ മീഡിയേഷൻ, റീജിയണൽ ഇന്റർനാഷണൽ മീഡിയേഷൻ അവരുടെ ഫോറിൻ പോളിസിയിലെ പ്രധാന ഭാഗമാക്കി നിർവഹിക്കുകയും ചെയ്യുന്നത്. 2003 ഏപ്രിൽ തന്നെ അതൊരു പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അഡോപ്റ്റ് ചെയ്തു. അതിൽ 7-ാമത്തെ ഭാഗത്തിൽ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇന്റർനാഷണൽ പീസ് അത് സ്ട്രെങ്തൻ ആക്കുക, അതിൻ്റെ കൂടെ തന്നെ പീസ്ഫുൾ റെസൊല്യൂഷൻ, ഈ ഇന്റർനാഷണൽ ആഗോളപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെയൊക്കെയും സോൾവ് ചെയ്യുവാൻ വേണ്ടി ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ എൻകറേജ് ചെയ്യുകയും അതിൻ്റെ കൂടെ സെക്യൂരിറ്റിയും പീസും സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളാണ് 7-ാമത്തെ ആർട്ടിക്കിളായി അവരുടെ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായി ലോകത്ത് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുകയും അച്ചീവ് ചെയ്യുകയും അതിലൂടെ പീസ്ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മോട്ടോ. ഇതിൻ്റെ ഭാഗമായി തന്നെ ഖത്തർ പലപ്പോഴും ഇന്റർ സ്റ്റേറ്റ് ലെവലിലാവട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെയും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, സംഘടനകളും സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പോലും ഖത്തർ റോള് വഹിക്കുന്നതായി നമുക്ക് കാണാം. 2023 2 വർഷം മുമ്പ് ഖത്തർ അവരുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് 2023 ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അവര് ഒരു മിനിസ്റ്റീരിയൽ റോൾസ് തന്നെ ഇതിനു വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുകയും ഈ ഒരു മേഖലകളിൽ ഹൈ ലെവൽ എൻവോയ്സിനെ വിവിധ ഭാഗങ്ങളിലേക്ക് നിർണയിക്കുകയും ചെയ്യുന്ന ചരിത്രം പോലും നമുക്ക് ഇവരുടെ രീതികൾ കാണാം. അതുപോലെ തന്നെ സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് പോലുള്ള രാഷ്ട്രങ്ങളിലും അവരുടെയും വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രമായി ഇവർ പിന്നീട് വളരുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഒരു പാർട്ണറായി, മീഡിയേഷന്റെ ഒരു വൺ ലൈൻ മീഡിയേറ്റർ എന്നതിനേക്കാളും അപ്പുറം ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഒരു ആക്ടറായി, ഒരു മീഡിയേഷനിൽ ഒരു പാർട്ണറായി പോലും ഇവർ മാറുന്നു. അതുപോലെ തന്നെ ഒരു ടൈം എടുത്തുകൊണ്ട് വിവിധ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സുമായിട്ടുള്ള ഇടപെടലുകളിലും, അതുപോലെ തന്നെ വിവിധ റെഫ്യൂജി ആവട്ടെ, സ്ത്രീകളാവട്ടെ, വിവിധ ന്യൂനപക്ഷങ്ങളാവട്ടെ, അവരുടെ വിഷയങ്ങളിലും ലോങ് ടൈം പ്രോസസ്സിന്റെ ഒരു ഭാഗമായി തന്നെ റീജിയണൽ ഡിസ്പ്യൂട്ടുകളിൽ ഇടപെടുന്ന ഖത്തറിനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. 2004 മുതലാണല്ലോ ഇവർ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങിയത്. അത് ഫെബ്രുവരി 2004 അത് പ്രധാനമായും അൾജീരിയൻ മൊറോക്കോൻ ഒരു ക്രൈസിസിൽ ഇടപെടുകയും അൾജീരിയയിൽ നിന്ന് 100 മൊറോക്കൻ പ്രിസണേഴ്സിനെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഇവരുടെ ഈ ഒരു ഫോറിൻ പോളിസി മീഡിയേഷൻ തന്നെ ആദ്യമായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലും വേറെയും ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. അൽ ജസീറയുടെ രൂപീകരണത്തിൻ്റെ കൂടെ തന്നെ ഈ വിവിധ മേഖലകളിലുള്ള അവർ പ്രത്യേകിച്ച് അയൽപ്പക്ക രാഷ്ട്രങ്ങളുമായിട്ടുള്ള വിവിധ ഇടപെടലുകളുടെയും കോൺഫ്ലിക്റ്റുകളിലും ഒരു ഇന്റർവെൻഷനിസ്റ്റ് അപ്രോച്ച്, ഇടപെട്ട് അവരുടെ ഇമേജുകൾ വലുതാക്കിയും അവരുടെ രാഷ്ട്രത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു അപ്രോച്ച് വലുതാക്കുന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് ഇവരുടെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ടേം അനുസരിച്ച് കൊണ്ട് തങ്ങളുടെ കയ്യിലേക്ക് വന്ന OSCEയുടെ ലീഡർഷിപ്പും, അതിൻ്റെ കൂടെ തന്നെ G77+ ചൈന ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി മാറുന്നതും, പിന്നീട് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു 2 വർഷം സീറ്റ് അവർക്ക് ലഭിക്കുന്നതുമെല്ലാം ഖത്തറിനെ ഒരു പ്രാദേശിക രാഷ്ട്രീയ ശക്തി എന്നതിൽ നിന്നും ഒരു ആഗോള ശക്തിയാക്കി മാറ്റുന്നതും നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണുവാൻ കഴിയും. 2006 ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവട്ടെ, അതുപോലെ തന്നെ 2006 ഒക്ടോബറിൽ ഹമാസ് ഫത്തഹ്, അതായത് സൗദി അറേബ്യ ഒരു മക്ക എഗ്രിമെന്റ് 2006 പിന്നീട് 2007 അവിടെ ഒരു രൂപീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു പ്രധാന ചാലക ശക്തിയായും അത് നിലനിർത്താൻ പണിയെടുക്കുന്ന ഒരു ചെറിയ രാഷ്ട്രം എന്ന നിലയിലും ഖത്തർ മാറുന്നു. അതായത് ഖത്തർ തുടക്കം കൊണ്ട് തന്നെ, ഖത്തർ ഒരു പ്രധാന ശക്തിയാവുന്ന കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഫലസ്തീൻ വിഷയത്തിൽ വലിയ റോള് വഹിക്കുന്ന
ഒരു കഥയും നമുക്ക് ഖത്തറിന്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ ഒരു ഭാഗമെന്ന നിലയിൽ ഇപ്പോൾ അവിടെ ഈ തൂഫാനുൽ അഖ്സ സംഭവിച്ചു. 2023 ഒക്ടോബർ 7 സംഭവിച്ച അതിനുശേഷം ഖത്തർ, USA, ഹമാസ് ഈ വിഷയങ്ങളിൽ പ്രധാന മീഡിയേറ്ററായി ഖത്തർ മാറുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഖത്തറിന്റെ വിവിധ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ചില ഉദാഹരണങ്ങളാണ് യമനിൽ അവർ ഇടപെട്ട സംഭവം. 2007 യമൻ ഭാഗത്തേക്ക് അവർ ഇടപെടുകയും അവിടെ ഹൂത്തികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയും ഒരു ഇടക്കാലത്തേക്കെങ്കിൽ പോലും യമൻ ഭരണകൂടവും അതുപോലെ തന്നെ ഹൂത്തികളും തമ്മിലുള്ള ഒരു പീസ് എഗ്രിമെന്റ് നടത്തുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും യമനിലെ അവിടെ സംഭവങ്ങൾ, രക്തരൂക്ഷിതമായ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി ഖത്തർ നിർണായകമായ റോൾ വഹിക്കുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. യമനിൽ അവിടുത്തെ ഭരണകൂടത്തിന് സൈന്യം അയച്ചുകൊണ്ട് സൗദി അറേബ്യ ശക്തമായ രക്തരൂക്ഷിതമായ അറ്റാക്കുകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഖത്തറിൽ ഹൂത്തികളെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൂത്തികളോടൊപ്പം അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് ഖത്തർ മുന്നിട്ടിറങ്ങിയത് എന്നതും കൂടി സവിശേഷമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അതിന്റെ പിറകിലുണ്ട്. അതുപോലെ തന്നെ ലെബനാനില് അവിടെയും ഇതുപോലെ തന്നെ ഭരണകൂടവും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും തമ്മിലും വിവിധ ഫ്രാക്ഷൻസ് തമ്മിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയും പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ട് വന്നതും ഖത്തർ തന്നെ ആയിരുന്നു എന്നതാണ് നമ്മുടെ ചരിത്രത്തിൽ ഉള്ളത്. അതിൻ്റെ കൂടെ വേറൊന്നാണ് സുഡാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുഡാനിലെ രാഷ്ട്രീയം. തെക്കൻ സുഡാനും നോർത്തേൺ സുഡാനും എന്ന് പറയുന്ന ഇപ്പോൾ സദേൺ സുഡാൻ ഒരു ക്രിസ്തീയ രാഷ്ട്രമായി യൂറോപ്യൻ ഇന്റർഫിയറൻസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അവസാനം നോർത്തേൺ സുഡാനിലാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ. മുസ്ലിം ഭൂരിപക്ഷ നാടെന്ന നിലയിൽ നോർത്തേൺ സുഡാനിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായി ഇപ്പം മാറിയിരിക്കുന്നത്. അവിടെയാണ് ഒരുപാട് തൽപര കക്ഷികൾ ഇടപെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഭരണകൂടവും റിബൽ ഫാക്ഷനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2008 അത് ഇല്ലാതാക്കുവാനും കുറയ്ക്കുവാനും ഇടപെട്ടത് അത് ഖത്തർ ആയിരുന്നു എന്നതും കൂടി നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഏകാധിപതിയായിരുന്ന ഉമർ അൽ ബഷീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ഖത്തർ വളരെ നിർണായകമായ റോള് വഹിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഖത്തറിന് ഈ പ്രശ്നങ്ങളിൽ, ഈ മീഡിയേഷനിൽ ഒരു വിജയം നേടുവാൻ കഴിയുന്നത്? അത് സ്കോളേഴ്സ്, റീജിയണൽ ഈ വിഷയം സംസാരിക്കുന്ന സ്കോളേഴ്സ് ചൂണ്ടിക്കാട്ടിയത് നമുക്ക് കാണാം. ഖത്തർ അവർ ഈ 2008 മുതൽ പിന്നീടുള്ള എല്ലാ ഇന്റർനാഷണൽ ഇടപെടലുകളിലും നിരവധി ഫാക്ടേഴ്സ് നമുക്ക് മുന്നിൽ കാണുവാൻ കഴിയും. പലപ്പോഴും ഈ ഡിസിഷൻ മേക്കിങ്ങില് അത് അവരുടെ ഷെയ്ഖ് ഹമദ് ആവട്ടെ പിന്നീട് തമീം ആവട്ടെ നേരിട്ട് നിർവഹിക്കുന്നതായതുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങളെക്കാളും അപ്പുറം ഒരു രാജകീയ പദവി ഉള്ളതും കൊണ്ടും കൂടി സ്വതന്ത്രമായും എന്നാൽ ഒരൊറ്റ തീരുമാനത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു സക്സസ് ആയി സ്കോളേഴ്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇവരുടെ ഇടപെടലുകൾ. നേരിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹകരണങ്ങൾ നൽകിക്കൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടികൾക്കിടയിൽ സൊല്യൂഷൻ കണ്ടെത്തുവാൻ, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നുള്ളതാണ്. ഇതിനെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് സ്കോളേഴ്സ് ചൂണ്ടിക്കാണുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലെബനാനിലാവട്ടെ സിറിയയിലാവട്ടെ ഈ ഭാഗങ്ങളിലുമെല്ലാം വളരെ വൻതോതിലുള്ള ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഖത്തർ ഈ ഒരു വിഷയങ്ങളിൽ പലപ്പോഴും സൊല്യൂഷൻ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. സുഡാനിൽ ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നല്ല ശതമാനത്തോളം, പ്രത്യേകിച്ച് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിന്റെയും ബാക്കിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് $500 മില്യൺ ഈ ഭാഗങ്ങളിലെ ഒരു പുനർനിർമ്മാണത്തിന് ഖത്തർ പ്രഖ്യാപിച്ചത് പോലും. ഈ തരത്തിൽ സാമ്പത്തികമായ മേഖലകളിലൂടെ മീഡിയേഷന് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഖത്തറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ബാക്കിയുള്ള രാഷ്ട്രങ്ങളെ പോലെ, അത് ഈജിപ്റ്റ് ആവട്ടെ സൗദി അറേബ്യ ആവട്ടെ
ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ വലിയൊരു പ്രശ്നഭരിതമായ ഒരു ചരിത്രം ഖത്തർ എന്ന് പറയുന്ന സ്റ്റേറ്റിനില്ല. താരതമ്യേന പുതിയൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ എല്ലാവരുടെ മുമ്പിലും ഒരു പോസിറ്റീവ് ന്യൂട്രാലിറ്റിയെ മുന്നിൽ വെക്കുവാൻ ആദ്യകാലങ്ങളിൽ ഖത്തറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം സുഡാൻ, യമൻ വിഷയങ്ങളിലാണെങ്കിലും എല്ലാം അവിടെ ഈ ഈജിപ്തും സൗദി അറേബ്യയും നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റായ ഈജിപ്റ്റ്, സുഡാൻ, മറ്റൊരു നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റായ സുഡാനിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ട ചരിത്രമുണ്ട്. അതുപോലെ തന്നെ GCCന്റെ ഭാഗമായിരുന്ന യമനിൽ ജനതയ്ക്കെതിരെ ആയുധവും ആളും അയച്ചുകൊണ്ട് കലാപത്തിനോ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ചരിത്രം സൗദി അറേബ്യക്കുമുണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് ഖത്തറിന് ഒരു ന്യൂട്രൽ സ്വഭാവം ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ടും ഈ മേഖലകളിൽ ഖത്തറിന് ജയിച്ചു നിൽക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് ഇതിന്റെ അവലോകനങ്ങൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഖത്തർ വിവിധ മേഖലകളിൽ ഒരുപാട് ലിമിറ്റേഷൻസ് കൂടി നേരിടുന്നുണ്ട്. കാരണം ഖത്തർ സാമ്പത്തികമായ സോഫ്റ്റ്വെയർ രീതികളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല മീഡിയേഷനും ശ്രമിക്കുകയാണെങ്കിൽ പോലും ഗ്രൗണ്ട് റിസോഴ്സിനെ കൂടുതൽ കാര്യക്ഷമമായ മേഖലകളിലേക്ക് ഫലപ്രദമായി മാറ്റുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവലോകനം നമുക്ക് ഇതിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖത്തറിന്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ് എന്ന നിലയിലും പുതിയ ഒരു ഭരണകൂടം, പുതിയ ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും ഇവരുടെ ഡിപ്ലോമാറ്റിക് സർവീസ് മറ്റുള്ള രാഷ്ട്രങ്ങളെക്കാളും വളരെ ചെറുതാണെന്നും അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം പ്രോസസ്സിൽ ഇത് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവർക്കുമുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാൻ ഖത്തർ ഒരു ഡേ ആഫ്റ്റർ പോളിസി, ഒരു ആബ്സെൻസ് ഉണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഖത്തർ മുന്നിട്ട് വരികയും ഒരുപക്ഷെ അവരുടെ ഇടപെടൽ കാരണമായി പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന നാളുകളിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള തീരുമാനം ഖത്തറിൽ നിന്ന് ഉണ്ടാവാത്തത് ഒരു പ്രധാന വിഷയമായിട്ടും നമുക്ക് ഇവരുടെ രീതികളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഖത്തർ പലപ്പോഴും അവരുടെ ഇടപെടലുകളിലൂടെ ഒരു സീരിയസ് ഇന്റർനാഷണൽ ആക്ടറായി ഒരു വലിയ റോള് വഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ന്യൂട്രൽ പൊസിഷൻ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ ആൾക്കാർ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അറബ് സ്പ്രിങ് ഖത്തറിന്റെ മീഡിയേഷൻ പോളിസിയിൽ വലിയ റോള് വഹിച്ച ഒരു സംഭവവികാസങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബ് സ്പ്രിങ് സംഭവിച്ചപ്പോഴൊക്കെയും അവിടുത്തെ ജനങ്ങളോട് പങ്കിടുകയും അല്ലെങ്കിൽ അവരിൽ ജയിച്ചു വന്ന ഇഖ്വാൻ മുസ്ലിം പോലുള്ള രാഷ്ട്രങ്ങളും പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നതെല്ലാം മറ്റുള്ളവർ ഖത്തറിന്റെ പാർഷ്വാലിറ്റിയുടെ തെളിവുകളായി പോലും മുന്നോട്ട് വെച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഖത്തറിന്റെ ഇടപെടലുകളിലൂടെ പലതരത്തിലുള്ള ഒരു ന്യൂട്രൽ പൊസിഷനിൽ സംശയിക്കുന്ന ഒരു ചരിത്രം പോലും നമുക്ക് കാണാം. യമന്റെ ചരിത്രമാണെങ്കിലും അല്ലെങ്കിൽ ഈജിപ്തിന്റെ ചരിത്രമാണെങ്കിലും സൗദി അറേബ്യ തന്നെ അടിച്ചമർത്തുന്ന പണ്ഡിതന്മാരുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഇസ്രായേൽ വിഷയത്തിൽ ഫലസ്തീനികളോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലി വിരുദ്ധത ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അമേരിക്ക ആ ഒരു വിഷയത്തിൽ ഖത്തറിന്റെ റോളിനെ ഇങ്ങനെ സംശയത്തോടുകൂടി ആണ് കാണുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ തന്നെ ഖത്തറിന്റെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള കപ്പാസിറ്റി പലപ്പോഴും അത് വലുതാണെങ്കിൽ പോലും അത് ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ ട്രാവൽ ഡീൽസ് ആയിട്ട് മാത്രം മാറുന്നത് വലിയൊരു വിഷയമായിട്ട് പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മെഹ്റാൻ കമ്രാവ പോലുള്ള സ്കോളേഴ്സുകൾ, പണ്ഡിതന്മാർ ഇവരുടെ ഒരു പ്രശ്നം കാണുന്നത് ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഇവർക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറിന്റെ അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്റർവെൻഷൻസ് അത് ഖത്തറിന്റെ ഒരു ലോകതലത്തിൽ മീഡിയേറ്റർ എന്ന് പറയുന്ന പൊസിഷനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു വിമർശനങ്ങൾക്ക് അതീതമായി ഖത്തർ അവരുടെ രാഷ്ട്രീയത്തെയും ഫോറിൻ പോളിസിയും നിർവഹിക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായി തന്നെ സംസാരിക്കുകയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടി തന്നെ ഖത്തറിനെതിരെ ബ്ലോക്കേഡ് നിർവഹിച്ചപ്പോൾ അതിനെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്ത രാഷ്ട്രം എന്ന നിലയിലും പ്രാദേശിക ശക്തികളുടെ താല്പര്യങ്ങൾക്ക് അടിപ്പെടാതെ എന്നാൽ സ്വതന്ത്രമായി തന്നെ ഒരു
ഭരണ സംവിധാനവും ഫോറിൻ പോളിസിയും രൂപപ്പെടുത്തുവാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപ് GCCയിലെ 4 ദിനത്തേക്കുള്ള യാത്രയിൽ ഖത്തറുമായി ബന്ധപ്പെട്ട അവരുടെ ചർച്ചകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇറാന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, ഇറാനിന്റെ റെസിസ്റ്റൻസിന് വേണ്ടി കൂടുതൽ സംസാരിച്ചത് ഖത്തറാണ് എന്നതും ഖത്തറിന്റെ കൂടെ എപ്പോഴും, ഇറാന്റെ കൂടെ എപ്പോഴും ഖത്തർ ഉണ്ട് എന്നതും ആ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. കാരണം ബ്ലോക്കേഡ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഖത്തറിനെ സഹായിക്കാൻ വന്നത് തുർക്കിയും ഇറാനുമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാനിന് സാരമായി ബാധിക്കുന്ന പ്രാദേശിക നയനീക്കങ്ങളെയെല്ലാം ഖത്തർ ശക്തമായി ചെറുക്കുന്നു എന്നതും കൂടി നമുക്ക് കാണാം. ഈ ഒരു തരത്തിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള റീജിയണൽ ഡൊമിനേഷനെ എതിർക്കുകയും ലോകതലത്തിൽ USA-യും ഇസ്രായേലും രൂപപ്പെടുത്തിയിരുന്ന ആ ഒരു അതിക്രൂരതയുടെ ഒരു ബ്ലോക്കുകൾ തകർക്കാനും അത് അവർക്കെതിരെ ശക്തമായ ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടുത്തുവാനും ഒരു മൊണാർക്കി എന്ന നിലയിലാണെങ്കിൽ പോലും ഖത്തറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവസാനം ഖത്തറിൽ നമ്മൾ 2 വർഷം മുമ്പ് നടന്ന വേൾഡ് കപ്പിൽ പോലും ഒരു ഇസ്ലാമിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് നമുക്ക് ഖത്തറിൽ തന്നെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ദഅവത്തിന്റെ മാതൃകകൾ തുറന്നു കൊടുക്കുകയും ഇസ്ലാം എന്ന നിലയിൽ ഇസ്ലാം ഒരു ഔദ്യോഗിക മതം എന്ന് സ്വീകരിച്ച ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്ലാമിന്റെ സുതാര്യമായ ലോകത്തെ പൊതുജന മധ്യത്തിലേക്ക് തുറന്നു കൊടുത്ത ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും അതിനോടുള്ള അവരുടെ സ്നേഹമൊക്കെയും നമുക്ക് കാണാൻ കഴിയും. തമീമിന്റെ മാതാവ് ഷേഖ മൂസ, അവരുടെ നേതൃത്വത്തിലുള്ള ഖത്തർ ഫൗണ്ടേഷൻ ഈ ഒരു മേഖലയിൽ വളരെ നിർണായകമായ സ്തുത്യർഹമായ പങ്കാണ് വഹിക്കുന്നത് എന്ന് പ്രത്യേകമായി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഈ ഒരു അവലോകനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി പ്രശ്നങ്ങൾ അവർ റീജിയണലായും അതുപോലെ തന്നെ ആഗോളതലത്തിലും നേരിടുന്നെങ്കിൽ പോലും ഖത്തർ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രം അവരുടെ ഒരു അഭിമാനവും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വതന്ത്രമായ റീജിയണൽ ഗ്ലോബൽ ഫോറിൻ പോളിസിയും നിലപാടുകളും രൂപപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു എന്നതാണ് വസ്തുത. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.